ഹായ് മച്ചാന്മാരെ, നമ്മൾ സ്പോട്ടിലെത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ കാർപ്പ് ഫിഷിംഗ് ആണ് വന്നിരിക്കുന്നത്. കാലാവസ്ഥ കണ്ടാൽ തന്നെ അറിയാം, നല്ലൊരു അന്തരീക്ഷമാണ്, നല്ല വെയിലുണ്ട്, മീനടിക്കാൻ എല്ലാ സാധ്യതകളും ഉണ്ട്. നമുക്ക് നോക്കാം നമുക്ക് ഇന്ന് എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന്. അധികം സമയം കളയാതെ നമുക്ക് എത്രയും വേഗം തീറ്റ് സെറ്റ് ചെയ്തിടാം. നല്ല കാലാവസ്ഥയാണ്, നല്ല വെയിലുള്ള ദിവസമാണ്, മീൻ കിട്ടാൻ നല്ലൊരു ദിവസമാണ്. ഇവിടെ നമ്മൾ സ്പൈഡർ ഹുക്കാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് കാർപ്പ് ഫിഷിങ്ങിന് കൂടുതലും നല്ലത് സ്പൈഡർ ഹുക്ക് തന്നെയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നും അതിൽ തീറ്റി എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നും എന്തൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ തീറ്റി സെറ്റ് ചെയ്യുന്നതെന്നും ഉള്ളത് ഇതിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വിശദമായി കാണിച്ചു തരുന്നതായിരിക്കും. അറിയുന്നവരും ഉണ്ടായിരിക്കാം, അറിയാത്തവരും ഉണ്ടായിരിക്കാം. അപ്പം എല്ലാവർക്കും ഉപകരിക്കുന്ന രീതിയിൽ നമ്മൾ എത്രയും വേഗം സ്പൈഡർ ഹുക്കും അതിനെ തീറ്റികൾ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ഇതിൻ്റെ പിന്നാലെയുള്ള വീഡിയോയിൽ നിങ്ങളെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ സ്പൈഡർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം നമുക്ക് കാസ്റ്റ് ഒരു 4 കിലോ തൂക്കം വരുന്ന ഒരു ഗ്രാസ് കാർപ്പാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഉടൻ തന്നെ നമുക്ക് അടുത്ത ഒരു സ്ട്രൈക്ക് കിട്ടിയിരിക്കുകയാണ്. അത് ഉറപ്പാണ്, അത് രോഹുവാണ്. അവനെ വലയിൽ കയറ്റുന്ന തിരക്കിലാണ് നമ്മുടെ മച്ചാന്. അവനെ സുരക്ഷിതമായി തന്നെ വലയിൽ ആക്കിയിട്ടുണ്ട്. അവന് നല്ലൊരു സൈസ് രോഹുവാണ്. ഏകദേശം ഒരു 3 കിലോയോളം അടുപ്പിച്ച് തൂക്കം വരുന്ന ഒരു നല്ലൊരു രോഹുവാണ് നമ്മുടെ വലയിലായിരിക്കുന്നത്. അപ്പോൾ മച്ചാന്മാരെ, ഇന്ന് നമ്മൾ കരുതിയിരുന്നതിലും കൂടുതൽ മീനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതുപോലെയുള്ള നല്ല നല്ല ഫിഷിംഗ് വീഡിയോസുമായി ഉടൻ തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും.